let's start with lesson 8. Acid, bases and salt. അല്ലെങ്കിൽ അമ്ലങ്ങൾ, ക്ഷാരങ്ങൾ, ലവണങ്ങൾ. ഇതാണ് നമ്മുടെ 8th ചാപ്റ്റർ. സോ ഇത് നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ ആസിഡിൻ്റെയും ബേസിൻ്റെയും സോൾട്ടിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ മെറ്റൽ കണ്ടെയ്നേഴ്സിലൊന്ന് നമ്മൾ പുളിയുള്ളതോ അല്ലെങ്കിൽ മറ്റ് അച്ചാറുകളോ ഒന്നും നമ്മൾ സൂക്ഷിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, പിന്നെ ഈ പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് അസിഡിക്കാണോ ബേസിക്കാണോ ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? സോ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് സാധനങ്ങൾ അസിഡിക് ക്യാരക്ടേഴ്സും ബേസിക് ക്യാരക്ടേഴ്സും ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ്, ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. നോർമലി ഈ പറയുന്ന ആസിഡ്സും ബേസസും ഒക്കെ നമുക്കൊരു പ്രിസർവേറ്റീവ് മെത്തേഡായിട്ടും നമ്മുടെ പൂർവികർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ആസിഡിനെയും ബേസിനെയും നമ്മളൊന്ന് മനസ്സിലാക്കാം. സോ ഹിയർ from thousands of years the people known about vinegar, lemon and its uses. All right, and so only a few hundred years ago it was proposed that things taste sour because they contain acid. It was first used in 17th century by Robert Boyle to label substances like acids and bases. So ഈ ആസിഡിനും ബേസിസിനും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നോക്കിക്കേ, ഈ പറയുന്ന ആസിഡ്സ് എല്ലാം സോർ ടേസ്റ്റാണ് ആസിഡുകൾക്ക്. നിങ്ങൾ ലെമൺ എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുളി അനുഭവപ്പെടുന്നില്ലേ? പുളി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? സോ ഇതെല്ലാമാണ് ഇവിടെ വരുന്നത്. ഇനി പിന്നെന്താ വരുന്നത്? ബേസസ് ആണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് ബേസസിനെല്ലാം. ഓക്കെ, അതേസമയം ആസിഡ്സിനെല്ലാം ഒരു സോർ ടേസ്റ്റാണ്. ഓക്കെ, അതായത് ഒരു പുളിരസമാണ് തോന്നുന്നത്, കയ്പ് രസമായിരിക്കും ബേസസിന്. ദെൻ ആസിഡ്സ് ആർ കൊറോസീവ് ടു മെറ്റൽസ്. ലോഹനാശനം ഉണ്ടാവാനുള്ള സാധ്യത ആസിഡ്സിന് കൂടുതലുണ്ട്. അതേസമയം ബേസസ് ആണെങ്കിൽ ദിസ് ഇസ് സ്ലിപ്പറി ആൻഡ് സോപ്പി നേച്ചർ. നമ്മുടെ സോപ്പൊക്കെ ശരിക്കും ഒരു ബേസിൻ്റെ എക്സാമ്പിളാണ്, അതൊരു ബേസാണ്. ഓക്കെ, ദെൻ അതേപോലെ ചേഞ്ച് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ആസിഡിനെയും ബേസിനെയും സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബ്ലൂ ലിറ്റ്മസും ഉണ്ട്, മറ്റൊന്ന് റെഡ് ലിറ്റ്മസും ഉണ്ട്. ഇതിൽ ബ്ലൂ നമുക്കുണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല. നിങ്ങൾ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവുണ്ടല്ലോ, ആ ചെമ്പരത്തിയുടെ പൂവിട്ടൊന്ന് ഉരച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ തയ്യാറായിരിക്കും. അപ്പോൾ ഇത് ആസിഡ്സിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഡിപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറ് പതുക്കെ ചേഞ്ച് ചെയ്ത് റെഡ് കളറായിട്ട് മാറും. ഓക്കെ, സോ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുക, വീട്ടിൽ വിനാഗിരി ഉണ്ടാവും, വിനാഗിരിയിൽ കൊണ്ട് മുക്കുക, അത് റെഡായിട്ട് ടേൺ ചെയ്യുന്ന കാണാം. സോ അതാണ് ലിറ്റ്മസ്. ബ്ലൂ ലിറ്റ്മസ് ചേഞ്ച് ഇൻ ടു റെഡ് കളർ. ഇനി ഈ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ നമ്മൾ ഒരു ബേസസിലേക്കാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ബ്ലൂ കളറായിട്ട് ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാം. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ബിക്കംസ് ലെസ് ആസിഡിക് ഓൺ മിക്സിംഗ് വിത്ത് ബേസിക്. ബേസസുമായിട്ട് മിക്സ് ചെയ്യുന്ന ആസിഡ്സിന് ആസിഡിക് സ്വഭാവം വളരെ കുറവായിരിക്കും. അതേസമയം വെൻ ബിക്കം ലെസ് ബേസിക് ഓൺ മിക്സിംഗ് വിത്ത് ആസിഡ്, ആസിഡുമായിട്ടാണ് ബേസ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ആ ബേസിക്സിറ്റി സ്വഭാവം അവിടെ കുറവായിരിക്കും. ഇനി അപ്പോൾ ഏകദേശം ഇവരുടെ ഒരു ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഇനി ലവണങ്ങൾ അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് പോലെയുള്ള മിനറൽസും കാര്യങ്ങളും ഒക്കെയാണ് സോൾട്ട് എന്നതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് പല കോമ്പൗണ്ട്സും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയായിട്ട് ഈ പറയുന്ന സോൾട്ട് കിട്ടാറുണ്ട്. ഓക്കെ, ഇനി ആസിഡ്സിനെ പറ്റി നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് പഠിച്ചു നോക്കാം. സോ ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ഫർണിഷേഴ്സ് ഹൈഡ്രജൻ അയോൺ ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ശരിക്കും ആസിഡിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് H+ അയോൺസ് ആണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണ് കൂടുതലുള്ളത്. സോ ഇൻ ഇറ്റ്സ് അക്യൂസ് സൊല്യൂഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോസിയേറ്റ് HCl. ഓക്കെ, HCl ഡിസോസിയേറ്റ് ഹൈഡ്രജനും ക്ലോറൈഡ് അയണുമായിട്ട് മാറുന്നുണ്ട്. സം എക്സാമ്പിൾസ് ഓഫ് ആസിഡ്സ് ആർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അകത്ത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഹ്യൂമൻ സ്റ്റൊമക്കിൻ്റെ അകത്ത് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അകത്ത് HCl ആണുള്ളത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് എമൗണ്ട് ഉള്ളൂ, വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്
കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ HCl ആണ്. ഇനി കാർബോണിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോണിക് ആസിഡാണ് കിട്ടുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാർബോണിക് ആസിഡാണ്. ദെൻ ascorbic acid, vitamin C. vitamin Cയുടെ മറ്റൊരു പേരാണ് ascorbic acid. That also present in lemon and citrus fruits. ലെമൺ, ഈ പുളിരസമുള്ള എല്ലാ ഫ്രൂട്ട്സിനെയും പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്ന്. ഓറഞ്ച്, മൂസമ്പി, അതേപോലെ ലെമൺ എല്ലാം തന്നെ വൈറ്റമിൻ സി ഉണ്ടായിരിക്കും. ഇനി സിട്രിക് ആസിഡ് ഇൻ ഓറഞ്ച് ആൻഡ് ലെമൺസ് ആൻഡ് അസറ്റിക് ആസിഡ് ഇൻ വിനീഗർ. ഓർത്തിരിക്കണം, അസറ്റിക് ആസിഡ് നമുക്ക് വിനീഗറിൽ കാണാം. ദെൻ ടാനിക് ആസിഡ് ടീയിൽ, അവിടെ ചായയിൽ ടാനിക് ആസിഡ് ആണുള്ളത്. നൈട്രിക് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ഫൈനലി സൾഫ്യൂരിക് ആസിഡ് ഓൾസോ യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് ആസിഡ്സും അതിൻ്റെ എക്സാമ്പിൾസും. ദെൻ ബേസസിനെ പറ്റി നമുക്ക് നോക്കാം. സോ ബേസസ്, ദീസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഫർണിഷസ് ഹൈഡ്രോക്സൈഡ് അയോൺ. സോ ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. ഹൈഡ്രജൻ അയോൺസ് ആയിരിക്കും നമ്മുടെ ആസിഡ്സിലുള്ളതെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺസ് ആയിരിക്കും ബേസസിലുള്ളത്. ഓക്കെ, ദീസ് ആർ ഹൈഡ്രോക്സൈഡ് അയോൺ ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇറ്റ് ബിക്കം sodium hydroxide in aqueous solution that dissociate. sodium hydroxide ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയവും ഹൈഡ്രോക്സൈഡുമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പുറത്ത് ഹൈഡ്രജൻ കിട്ടിയ പോലെ ഇവിടെ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും കിട്ടുന്നത്. സോ ദിസ് ഇസ് ടേം ആൽക്കലി. സോലബിൾ ആയിട്ടുള്ള ബേസസിനെ എല്ലാം നമ്മൾ ആൽക്കലി എന്നാണ് ഇവിടെ, ഇതേപോലെ ബേസസിനെ എല്ലാം നമ്മൾ സോലബിൾ ബേസസ്, വാട്ടർ സോലബിൾ ബേസസിനെ എല്ലാം നമുക്ക് ഈ ഒരു ടേമിലായിരിക്കും ഉപയോഗിക്കുന്നത്. ആൽക്കലി, ആസിഡ്, ആൽക്കലി. ഓക്കെ, ആൻഡ് ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ്, കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് സോഡ, ഇതാണ് നമ്മുടെ വാഷിംഗ് സോപ്പ്. ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാഷ് യൂസ്ഡ് ഫോർ ബ്ലീച്ച് സോപ്പ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലൈം വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈറ്റ് വാഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ യൂസ് തരാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ബേസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ടും പഠിച്ചു വയ്ക്കുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓർ മിൽക്ക് ഓഫ് മാംഗനീഷ്യ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ acidity and ammonia hydroxide used in hair dye. അപ്പോൾ ഇതൊക്കെയായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഇപ്പോൾ ലബോറട്ടറീസിലാണെങ്കിൽ നമ്മൾ ആസിഡ് ആണോ, നമ്മൾ ഒരു കോമ്പോണൻസ് രണ്ടെണ്ണം തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് ഇതുപോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ലിറ്റ്മസ് പേപ്പർ ഒരു ഇൻഡിക്കേറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ റെഡും ഉണ്ട്. അപ്പോൾ റെഡ് ലിറ്റ്മസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു സൊല്യൂഷനിൽ മുക്കുമ്പോൾ അതിൻ്റെ കളറ് ടേൺ ചെയ്ത് ബ്ലൂ ആകുന്നുണ്ടെങ്കിൽ അത് ബേസ് ആണ്. ഓക്കെ, ഇനി അതേസമയം ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ അസിഡിക് സൊല്യൂഷനിൽ അത് റെഡ് കളറായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഒന്ന് ലിറ്റ്മസ് പേപ്പർ ഇൻഡിക്കേറ്ററാണ്. അതേപോലെ ഫിനോപ്തലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്. ഓർത്തിരിക്കണം, ഫിനോപ്തലിനും മീഥൈൽ ഓറഞ്ചും രണ്ട് പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. സോ ഇവിടെ നോക്കിക്കേ, ലിറ്റ്മസ് പേപ്പർ ആണ്, അത് അസിഡിക് സൊല്യൂഷനിൽ റെഡാണ്, അത് ന്യൂട്രൽ സൊല്യൂഷനിൽ പർപ്പിൾ കളറും ബ്ലൂ കളറായിരിക്കും ബേസിക് സൊല്യൂഷനിൽ കാണിക്കുന്നത്. ഫിനോപ്തലിനാണെങ്കിലോ കളർലെസ് ആണ്. ഈ കളർലെസ് ആണ് അസിഡിക് സൊല്യൂഷനിൽ. അതേപോലെ ന്യൂട്രൽ സൊല്യൂഷനിലും കളർലെസ് ആണ്. പക്ഷേ ബേസിക് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ അത് പിങ്ക് കളറായിരിക്കും കാണിക്കുന്നത്. ദെൻ ഫൈനലി മിഥൈൽ ഓറഞ്ച്. നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് പഠിക്കുക, ഏതെങ്കിലും ഒരെണ്ണം എന്ത് കളറാണ് കാണിക്കുന്നതെന്നും പഠിക്കുക. ഓക്കെ, ഇത് ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. മിഥൈൽ ഓറഞ്ച് ആണെങ്കിൽ റെഡ് കളറായിരിക്കും അസിഡിക്കിൽ, ഓറഞ്ച് കളർ ന്യൂട്രലിലും, യെല്ലോ കളറായിരിക്കും ബേസിക് സൊല്യൂഷൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ രീതിയിലായിരിക്കും ഇൻഡിക്കേഷൻ, സൂചനകൾ നൽകുന്നത്, സൂചകങ്ങൾ എന്നാ പറയുന്നത് ഇവരെ. ആൻഡ് സം പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. സം പ്രോപ്പർട്ടീസ്, when you taste some food items and you will get a sour taste from a lemon or some fruits. Okay, so and when you drink milk, you never feel like a sour taste.
it will be neutral. Like, so ഇവിടെ ഞാൻ പറയുന്നത് ഓരോ ഫുഡ് പ്രോഡക്ട്സിൻ്റെ അകത്തും ഓരോ തരത്തിലുള്ള ആസിഡ്സും ബേസസും ആണ് ഉണ്ടായിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ചില കോമൺ സബ്സ്റ്റൻസ്. ഇപ്പോൾ ലെമൺ ജ്യൂസ് വിനെഗറൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു സോർട്ട് ടേസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇനി ലെമൺ ജ്യൂസിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് അസ്കോബിക് ആസിഡും സിട്രിക് ആസിഡും ആയിരിക്കും. ഈ ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പുളിരസം തോന്നുന്നത്. ഇനി വിനീഗർ ആണെങ്കിലോ, that is ethanoic acid, that is called acetic acid. Okay, ethanoic acid is called acetic acid. And tamarind, third one, tamarind അകത്ത് ടാർട്ടാറിക് ആസിഡ് ആണ്, പുളി ടാർട്ടാറിക് ആസിഡ് ആയിരിക്കും. ദെൻ സോർ മിൽക്കിൻ്റെ അകത്ത് ലാക്ടിക് ആസിഡ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ പുളിച്ച പാലാണ് പറയുന്നത് കേട്ടോ. അത് പുളിക്കാനായിട്ട് കാരണം ലാക്ടിക് ആസിഡാണ്. നോർമൽ മിൽക്ക് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോർ ടേസ്റ്റ് തോന്നുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് ഈ ഒരു പ്രശ്നം ഇല്ലാതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 4 അതേപോലെ ഇതിൻ്റെ അകത്തുള്ള ആസിഡ്സ് ഏതൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നും പഠിച്ച് വെക്കേണ്ടതാണ്. ഇനി ആക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിറ്റ്മസും ഒരു അസിഡിക് മീഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൽ റെഡ് കളറും ഫിനോപ്തലൈൻ കളർലെസ്സും മിഥൈൽ ഓറഞ്ച് റെഡ് കളറും ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദർ ഈസ് ഇവരുടെ കണ്ടക്ഷനും ഇലക്ട്രിസിറ്റി കണ്ടക്ഷനും ഡിസൊല്യൂഷൻ ഓഫ് ആസിഡ്സും ഈ കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. മിക്കപ്പോഴും നമ്മുടെ അസിഡിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെല്ലാം നല്ല കണ്ടക്ടേഴ്സ് ആയിരിക്കും. മീൻസ് വളരെ കുറഞ്ഞ അളവിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ലെമണും അതേപോലെ ബാറ്ററിയും ഒക്കെ വെച്ചിട്ട് പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. വളരെ കുറഞ്ഞ എമൗണ്ടുള്ള എനർജി ആയിരിക്കും അവിടെ ഇലക്ട്രിസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സച്ച് സൊല്യൂഷൻസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ കാർ ആൻഡ് ഇൻവെർട്ടർ ബാറ്ററീസ്. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാട്ടറിൻ്റെ മീൻസ് ഈ ഒരു അസിഡിക് സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ആസിഡ്സ് ആണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. When acids are dissolved in water, they produce ions. Acids dissolved in the water, they produce ions which helps conducting electricity. The process is known as dissociation. അല്ലെങ്കിൽ വിഘടനം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ വിഘടനം. അതായത് വൈദ്യുതിയുടെ ചാലനം കണ്ടക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിഘടനവും അമ്ലത വിഘടനവും ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ആസ് എ ഡിസോസിയേഷൻ. സോ അതിൻ്റെ യൂസ് ആണ് നമ്മൾ ബാറ്ററീസിലൊക്കെ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡിസോസിയേറ്റഡ് വാട്ടർ. ദെൻ മോർ സ്പെസിഫിക്കലി ആസിഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ്. These are responsible for their characteristic property. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ അയോൺസ് വാട്ടറിലുണ്ട്, അത് മീൻസ് ആസിഡ്സിലുണ്ട്. ഹൈഡ്രോക്സൈഡ് അയോൺസ് ആണ് നമ്മുടെ ബേസസിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോർമലി ഒരു റിയാക്ഷനാണ് ഹൈഡ്രജനും അതേപോലെ വാട്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താ? H3O ആണ് കിടക്കുന്നത്. H3O എന്ന് പറഞ്ഞാൽ ഇവിടെ H3O പ്ലസ് അയൺസ് ആർ കോൾഡ് hydronium ions. Okay, hydronium ions, these are also represented as H plus in aqueous solution on the basis of extent dissolution occurring there aqueous solution. ഇവിടെ അപ്പം ഈ ഒരു ഡിസോസിയേഷൻ, ഓക്കെ, ഈ വിഘടനം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്, വീര്യം കൂടിയ അമ്ലങ്ങളുമുണ്ട്, വീര്യം കുറഞ്ഞതുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു ടേബിളായിട്ട് തന്നിട്ടുണ്ട് ഈ സ്ട്രോങ് ആസിഡ്സും വീക്ക് ആസിഡ്സും. നമുക്ക് 1-2 പോയിന്റ്സ് നമുക്ക് നോക്കാം. സോ ഈ സ്ട്രോങ് ആസിഡ്സിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിഘടനം അമ്ലത വിഘടനം ഇവിടെ പരിപൂർണമാണ്. അതേസമയം ഇപ്പം നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ. അതിന് എക്സാമ്പിളാണ് ഇത് നൈട്രിക് ആസിഡ്. H+ഉം NO3- ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. സോ അതേപോലെ ആകെ 7 സ്ട്രോങ് ആസിഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. H2SO ഒരു സ്ട്രോങ് ആണ്, കാരണം കംപ്ലീറ്റ്ലി വാട്ടറിൽ ഡിസോൾവ് ചെയ്യും അതിൻ്റെ അകത്ത് H+ അയോൺസ്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ സ്ട്രോങ് ആണ്. അതേസമയം വീക്ക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിസൊല്യൂഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, മുഴുവനായിട്ടും വിഘടനമോടെ സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാ ഓർഗാനിക് ആസിഡ്സ് ലൈക്ക് അസറ്റിക് ആസിഡ് ആൻഡ് സം ഇനോർഗാനിക് ആസിഡ് ലൈക്ക് ദീസ് ആർ ദ വീക്ക് ആസിഡ്സ് സിൻസ് ദെയർ ഡിസോസിയേഷൻ ഈസ് ഓൺലി പാർഷ്യൽ.
ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് ഡബിൾ ആരോയിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, കാരണം കംപ്ലീറ്റ് ആവുന്നില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കേ. ഓക്കെ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണിത്. സോ ഇവിടെ H+ ഉണ്ട്, അതേപോലെ ഫ്ലൂറിനും ഉണ്ട്. ഇവിടെ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആകണം എന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസൊല്യൂഷൻ നടക്കുന്നില്ല. ഒരു സൈഡിലോട്ടും അപ്പുറത്തെ സൈഡിലോട്ടും ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശം ഒന്ന് അക്വ സൊല്യൂഷൻ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് നോട്ട് ഓൺലി കണ്ടെയ്ൻ H+ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഫ്ലൂറൈഡ് മൈനസ് അയോൺസും ഉണ്ട്. പിന്നെ ബട്ട് ഓൾസോ അൺഡിസോസിയേറ്റഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ദെൻ രണ്ടാമത്തെ കാര്യം, there is an equilibrium between undissociated hydrogen fluoride and dissociated hydrogen plus fluoride. അതായത് രണ്ടിടത്തും ഒരേപോലെയാണ് റിയാക്റ്റൻസും പ്രോഡക്റ്റും ഉള്ളത്, ഇക്വിലിബ്രിയത്തിലാണ്, രണ്ടിടത്തും ഒരേപോലെയാണ്, കാരണം അവിടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കാത്തതുകൊണ്ട്. ഓക്കെ, അതാണ് ഡബിൾ ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അതേപോലെ എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡൊക്കെ വീക്ക് ആസിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ രണ്ട് എക്സാമ്പിൾ വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും പഠിച്ചു വെക്കുക. ഇനി നമുക്കിതിൻ്റെ റിയാക്ഷൻസിലേക്ക് നോക്കാം. ഇപ്പം സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും. ഓക്കെ, നമുക്ക് ഇവരുടെ റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽസുമായിട്ട് ആസിഡ്സ് വളരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. സോ ഓക്കെ, അപ്പോൾ മെറ്റലും നോൺ മെറ്റലും ആസിഡ്സും ഒക്കെ ആയിട്ട് ആസിഡ്സ് മെറ്റലും നോൺ മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ കാണിക്കുന്ന 1-2 കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇപ്പോൾ അടുത്ത ക്യാരക്ടറായിട്ടുള്ള കൊറോസീവ് നേച്ചറിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൻ്റെ അകത്ത് തന്നെ കാണാം, ഇതെല്ലാം ലോഹനാശനമാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ, ഈ ആസിഡ്സ് വളരെ നല്ല രീതിയിൽ തന്നെ മെറ്റൽസിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ മെറ്റൽ ഓക്സൈഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻസിൻ്റെ ഒക്കെ ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ കൊറോസീവ് നേച്ചർ. ഓക്കെ, സോ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറ്റ്മോസ്ഫിയറിൽ എയറിൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ, ഓക്കെ, എയർ, വാട്ടർ ആൻഡ് ഓക്സിജൻ, ഈ 3 പേരും ഏതോ ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ലോഹം നശിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും, ഓക്സീകരണം സംഭവിക്കും, അതിൻ്റെ ഭാഗമായിട്ടാണ് കൊറോഷൻ നടക്കുന്നത്. ഓക്കെ, അത് പ്രധാനമായിട്ടും മെറ്റലിൻ്റെ ഔട്ടർ ലെയറിലായിരിക്കും. നമ്മൾ കോപ്പർ നോക്കുകയാണെങ്കിൽ കോപ്പറിൻ്റെ, അതായത് ഈ ചെമ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ ലെയറിൽ ഒരു പച്ച കളർ ഉണ്ടായിരിക്കും. ആ പച്ച കളറൊക്കെ ഈ പറയുന്ന കൊറോഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ സ്ട്രോങ് ആസിഡ്സ്, അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് ആർ കൊറോസീവ് ഇൻ നേച്ചർ ആൻഡ് ദേ ക്യാൻ അറ്റാക്ക് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ്. അപ്പോൾ വീക്ക് ആസിഡും സ്ട്രോങ് ആസിഡും ഒക്കെ ആണെങ്കിലും ഇവർ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ ഡിഫറൻസ് എങ്ങനെയായിരിക്കും, ലിറ്റ്മസ് പേപ്പറിൽ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ അത് ബ്ലൂ കളറും, ഫിനോഫ്തലിൻ പിങ്ക് കളറും, മിഥൈൽ ഓറഞ്ച് യെല്ലോ കളറുമായിരിക്കും കാണുന്നത്. പഠിച്ചിരിക്കണം. ഇവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ആസിഡ്സ് അങ്ങനെയല്ല. ഓക്കെ, സോ ബേസസ് ആർ ബിറ്റർ ടേസ്റ്റ് ഇൻ സൊല്യൂഷൻ ആൻഡ് സോപ്പി ഇൻ ടച്ച്. ആൻഡ് ഇവരുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും, ആക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ബേസസ് നമുക്ക് നോക്കാം. ഡിസോസിയേഷൻ, വിഘടനം. സോ അക്വ സൊല്യൂഷൻ്റെ അകത്ത് ദ ബേസസ് conduct electricity which is due to formation of ions. Like this acid bases also dissociate on dissolving in water. Bases produce hydroxyl ions and which is responsible for their characteristic properties. അപ്പോൾ the bases which are soluble in water and give OH ions and aqueous solution is called alkali. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ വീക്ക് ആസിഡും സ്ട്രോങ് ആസിഡും പറഞ്ഞതുപോലെ തന്നെ ബേസും ഉണ്ട്, വീക്കും സ്ട്രോങ്ങും. ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആവാത്തതും പാർഷ്യലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം സ്ട്രോങ് ബേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദീസ് ആർ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ഹൈഡ്രജൻ അയോൺ. ആസിഡ് ആണെങ്കിൽ H+ ആണ്, ബേസസ് ആണെങ്കിൽ OH ആയിരിക്കും. വീക്ക് ആസിഡ് ആണെങ്കിലോ ഇവിടെ പാർഷ്യലായിട്ട് മാത്രമേ ഓക്സൈഡ് അയോൺ ഇതുപോലെ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. അതിനൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സൈഡ് അയോണും പൊട്ടാസ്യവുമായിട്ട് മാറും. അതേസമയം വീക്ക് ബേസസിലാണെങ്കിൽ ഇവിടെ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, അമോണിയവും വാട്ടറും കൂടെ ചേരുന്നു, ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു,
അതിനുശേഷം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ആരോ ഇട്ടിരിക്കുന്നത്. അമോണിയ, ദെൻ OH മൈനസ് ഉണ്ടാവുന്നു. അതേപോലെ വീണ്ടും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും NH4+ഉം OH മൈനസും ആയിട്ടാണ് മാറുന്നത്. മീൻസ് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല റിയാക്ഷൻ. ഇവിടെയും അവർ ഒരു ഇക്വിലിബ്രിയമാണ് അവിടെ റീച്ച് ചെയ്യുന്നത്. അതായത് പ്രോഡക്റ്റ് എത്രയുണ്ടോ അത്രയും തന്നെ റിയാക്ടൻസും ഉണ്ടായിരിക്കും. ഇനി റിയാക്ഷൻ ഓഫ് ബേസസ് വിത്ത് മെറ്റൽസ് ആണെന്നുണ്ടെങ്കിലോ നോക്കാം. ഈ ആസിഡ്സ്, ബേസസ്, ദീസ് ആർ ഓൾസോ ആക്റ്റീവ് മെറ്റൽസ് ലിബറേറ്റിംഗ് ഹൈഡ്രജൻ ഗ്യാസസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നോക്കാം. ഇവിടെ സോഡിയം, അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. സോ Na2ZnO2 ആണ്. അതായത് സോഡിയം സിങ്ക് ഡയോക്സൈഡ് ആണ് നമുക്ക് കിട്ടുന്നത് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ആസിഡ്സിനെ പോലെ തന്നെ ബേസസും മെറ്റൽസുമായിട്ട് ആക്റ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി ബേസസ് നോൺ മെറ്റൽസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ബേസസ് റിയാക്റ്റഡ് വിത്ത് ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സോഡിയം ട്രയോക്സൈഡ് ദാറ്റ് ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. സാൾട്ടും വാട്ടറുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലൈം വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡും റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യം കാർബണേറ്റും വാട്ടറും ഉണ്ടാകും. ഓക്കെ, ജനറലി ഒരു ബേസും നോൺ മെറ്റൽ ഓക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് സാൾട്ട് ഫോമിൽ ഉപ്പ് പോലെയാണ് നമുക്ക് കാണുന്നത്, ഡിസോൾവ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ഓക്സൈഡായിട്ടും മെറ്റലായിട്ടും നോൺ മെറ്റലായിട്ടും ഇവരും റിയാക്ട് ചെയ്യും. ആറാമത്തെ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. റിയാക്ഷൻ ഓഫ് ബേസസ് വിത്ത് ആസിഡ്സ്. ഓക്കെ, ആസിഡ് വാട്ടർ. ഇപ്പം HCl പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. സി, ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും അതേപോലെ ഒരു ബേസും റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് സാൾട്ടും കിട്ടി, അതേപോലെ തന്നെ വാട്ടറും കിട്ടി. അത് തന്നെയാണ് ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷനിലും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കാസ്റ്റിക് നേച്ചർ ഓഫ് സ്ട്രോങ് ബേസസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. ദീസ് ആർ കൊറോസീവ് ടുവേർഡ്സ് ഓർഗാനിക് മാറ്റർ and that break down the proteins of skin and flesh to pasty mass. അതായത് ഈ കാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ ജീവനുള്ള വസ്തുക്കളുടെയൊക്കെ സ്കിന്നി പോർഷൻസ് എല്ലാം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി മാറ്റാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതും ഓർഗാനിക് മാറ്ററുമായിട്ട് റിയാക്ട് ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റുന്നു. ഓക്കെ, സോ അത് ആ ഒരു ഫ്ലഷിനെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. സോ ഇതിനെയാണ് കാസ്റ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രോപ്പർട്ടി കാസ്റ്റിക് സോഡ. ഓക്കെ, സോ അതുകൊണ്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് പറയും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി വാട്ടർ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. വാട്ടർ ആൻഡ് ഡിസോസിയേഷൻ. ഇവിടെ ഡിസോസിയേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആസിഡും ബേസ് സൊല്യൂഷൻ എടുക്കുന്നു. അതിൻ്റെ അകത്ത് എത്രത്തോളം H+ അയോൺസും OH- അയോൺസും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതനുസരിച്ചിട്ടാണ് അത് ബേസിക് നേച്ചറാണോ അസിഡിക് നേച്ചറാണോ എന്ന് നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആസിഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ബേസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ വളരെ ചൂടുള്ളതായിരിക്കും. ഓക്കെ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് വാട്ടറിൽ ഭയങ്കര ചൂടുണ്ടാക്കും. കാരണം ഇറ്റ് ഷോസ് ദാറ്റ് ദിസ് ഡിസൊല്യൂഷൻ പ്രോസസ് ഈസ് എക്സോതെർമിക്. അതായത് ചൂട് പുറത്തേക്ക് തള്ളുന്ന തരത്തിലുള്ള പ്രോസസ് ആയിരിക്കും ഈ പറയുന്ന ഡിസൊല്യൂഷൻ. ആൻഡ് എ പാർട്ട് ഓഫ് തെർമൽ എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദ ഡിസൊല്യൂഷൻ പ്രോസസ്. കംപ്ലീറ്റ്ലി ഈ പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ സൾഫ്യൂരിക് ആസിഡ് ആയിക്കോട്ടെ ഇവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് കുറച്ച് താപം പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസസ് ആർ അയണിക് കോമ്പൗണ്ട്സ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് അയൺസ് ഈവൻ
this in solid state. For example, sodium hydroxide consists of sodium plus ion and OH minus ions. അതായത് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും കൂടുതലായിട്ടും സോളിഡ് സ്റ്റേറ്റിലാണ് ഇവർ കാണുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് സോഡിയം അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയൺ. അപ്പോൾ these ions are very tightly due to strong electrostatic force of attraction. ഇവിടെ അങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആസ് എ മീഡിയം. ആൻഡ് weakens these forces greatly and ions become free to dissolve in water. ഓക്കെ, അതായത് സ്ട്രോങ്ലി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അയൺസ് തമ്മിലൊരു ബന്ധനമുണ്ട്. അപ്പോൾ ഈ ബന്ധനം സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺസ് വേണം. സോ വൺസ് അഗെയിൻ ഇവിടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺസ് തമ്മിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബന്ധനമുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ അത് വാട്ടറിൻ്റെ പ്രസൻസിൽ ഈ പറയുന്ന ഫോഴ്സ് വീക്കൺ ചെയ്യുകയും ഇതിൻ്റെ അകത്ത് അവർ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ആസിഡ് ബേസ് കെമിസ്ട്രി. സോ വാട്ടർ ഒരു പോളാർ സോൾവെൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഈ ഡിസോസിയേഷൻ പ്രോസസ് വിച്ച് ഈസ് കോൾഡ് ദ സെൽഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ. എങ്ങനെയാണെന്ന് നോക്കാം. സെൽഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ H+ അയൺസും OH- അയൺസും ഉണ്ട്. ഇത് H2O എന്ന് പറയുന്നത് H+ OH-ആയിട്ടാണ് നമുക്ക് കാണുന്നത്. Okay, that is dissociation of water is extremely small and only about out of 2 billion of water molecule are dissolved in 25 degrees Celsius. See, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പോർഷനാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കി പഠിക്കേണ്ടതായിട്ടില്ല. പക്ഷേ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സോ ഇവിടെ വാട്ടറിൻ്റെ ഡിസോസിയേഷനാണ്. ആ ഡിസോസിയേഷൻ എങ്ങനെ നടക്കുന്നു, ആ സെൽഫ് ഡിസോസിയേഷൻ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 2 ഇക്വേഷൻസും പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ, അതായത് വാട്ടറിൻ്റെ അകത്ത് H+ൻ്റെയും OH- കോൺസെൻട്രേഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. H+ എന്ന് പറയുന്നത് H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ പെർ ലിറ്റർ, 1 ലിറ്റർ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര മോൾ മീൻസ് കമ്പോണൻസ്, ഓക്കെ, എത്ര മോൾ ഓഫ് അയൺസ് ഓഫ് H+ ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. അതേപോലെ OH ആണെന്നുണ്ടെങ്കിൽ OH- അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് 1 ലിറ്ററിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നു. അതാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഓക്കെ, സോ ആ ഒരു കോൺസെൻട്രേഷനാണ്, അതിനെ ഒരു ലിറ്ററിൽ എത്ര മോൾ ഉണ്ട് എന്നുള്ള കോൺസെൻട്രേഷനാണ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കാം. പ്യുവർ വാട്ടർ അതേപോലെ എല്ലാ അക്വസ് സൊല്യൂഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH ഓൾവേസ് കോൺസ്റ്റന്റ്. ഏത് സൊല്യൂഷൻ ആയിക്കോട്ടെ, പ്യുവർ വാട്ടർ ആയിക്കോട്ടെ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ഉം OH- constant ആയിരിക്കും. ആൻഡ് ദിസ് പ്രോഡക്റ്റ് ഉള്ള അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ഓക്കെ, ആൻഡ് വിച്ച് ഗിവൺ ദ സിമ്പിൾ Kw, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അയോണിക് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. ഇതിനെ നമുക്കതാ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാമല്ലോ. സി 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 298 കെൽവിനിലാണ് പ്യുവർ വാട്ടറിൽ കിലോ വാട്ട് എന്നുള്ള രീതിയിൽ, അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നുള്ളതാണ് Kw എന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. H+ഉം OH-ൻ്റെയും കോൺസെൻട്രേഷൻ, അത് H+ൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും 1.0 × 10⁻⁷ അതേപോലെ OH-ഉം സെയിം തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ദ പ്രോഡക്റ്റ് ഓഫ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1.0 × 10⁻14 എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ആൻഡ് OH- അയോൺസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഡിസോസിയേഷനും നമ്മൾ മനസ്സിലാക്കുന്നു. സോ ന്യൂട്രൽ അസിഡിക് ബേസ് സൊല്യൂഷനൊക്കെ ആണെങ്കിൽ ഇത് വേരി ചെയ്യും. ഇത് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ഗിവൺ ടെമ്പറേച്ചറിൽ 1.0 × 10⁻14 ആണ്. പക്ഷേ ന്യൂട്രൽ അസിഡിക് ബേസ് സൊല്യൂഷൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും? വി ഹാവ് സീൻ ദാറ്റ് ഇൻ പ്യുവർ വാട്ടർ H+ ആൻഡ് OH- അയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈക്വൽ number. Okay, as a result dissociation of water
see the concentration also, that is H2 plus equal to OH2 minus. Neutral acidic solution അകത്താണെങ്കിൽ equal number of the equal number as a result of dissociation of water ആണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ OHൻ്റെയും H+ൻ്റെയും കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. അപ്പോൾ OHൻ്റെയും H+ൻ്റെയും അസിഡിക് സൊല്യൂഷനും ബേസിക് സൊല്യൂഷനും നമ്മൾ പറഞ്ഞു. ഇനി ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിലോ, ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH ആർ റിമൈൻസ് ഈക്വൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്യുവർ വാട്ടറിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ H+ equal to OH minus. In other words, the neutral solution is one of which the concentration of H+ and OH minus ions are equal. ഇനി ആസിഡിക് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? സ്വാഭാവികം ആസിഡിക് എന്ന് പറയുന്നത് H+ അയോൺസും അതേപോലെ അതിൻ്റെ their solution resulting in increase in their concentration. So in acidic solution H+ ആയിരിക്കും കൂടുതൽ. നമ്മൾ പറഞ്ഞു ആസിഡ് എന്ന് പറഞ്ഞാൽ H+ൻ്റെ അയോൺസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ബേസ് ആണെങ്കിലും OH മൈനസ്. ഓക്കെ, അപ്പോൾ ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ H+ അയോൺസ് കൂടുതലായിരിക്കും. അതായത് 1.0 × 10⁻⁻⁷ മോൾ പെർ ലിറ്റർ. അതിനേക്കാളും കൂടുതലായിരിക്കും H+. അതല്ലെങ്കിൽ ആസിഡിക് സൊല്യൂഷൻ is the one in which the concentration of H+ is greater than that of OH minus ions. Okay, so we have earlier seen that the ionic product of water, that is Kw, is constant at a given temperature. അതാണ് അവിടുത്തെ കണ്ടീഷൻ. ഗിവൺ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും H+ OH. It can be remains only if the concentration of OH minus ions and decreases OH is lesser here. H+ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. ബേസിക് സൊല്യൂഷൻ ആണെങ്കിലോ ഉറപ്പായിട്ടും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഇവിടെ OH ആയിരിക്കും കൂടുതൽ. The result increase in their concentration for basic solution OH minus ions will be higher than that of H+ ions. അപ്പോൾ നമ്പർ ഓഫ് H+ ആൻഡ് OH minus ions എവിടെയെല്ലാം കൂടുതലായിരിക്കും കുറവായിരിക്കും എന്നുള്ള കാര്യം, എവിടെയൊക്കെ ഈക്വൽ ആയിരിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ നമ്മളീ പറഞ്ഞ കാര്യം എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പ് അസിഡിക് സൊല്യൂഷൻ്റെ അക്വ സൊല്യൂഷൻ്റെ അകത്ത് H+ കോൺസെൻട്രേഷൻ അത് ന്യൂട്രൽ ആണെങ്കിൽ H+ ഈക്വൽ ആയിരിക്കും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ആസിഡിക് ആണെങ്കിൽ H+ കൂടുതലാണ്, ബേസിക് ആണെങ്കിൽ H+ അയോൺസ് കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ OH മൈനസ് H+ അയോൺസ് പഠിച്ചു വയ്ക്കുക. OHൻ്റെയും Hൻ്റെയും ഒക്കെ ഒരു റിസൾട്ടാണ് ഈ ആസിഡ്സും ബേസ് സൊല്യൂഷൻസും എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. അപ്പോൾ അതിൻ്റെ കൂടെ pH എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. pH ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ആക്ച്വലി ഈ H+ൻ്റെയും OH മൈനസ് അയോൺസിൻ്റെയൊക്കെ എണ്ണം മീൻസ് നമ്പർ വെച്ചിട്ട് ഓക്കെ ഒരു ലോഗരിതമിക് അതിൻ്റെ നമ്പറുകൾ വെച്ചിട്ട് നമ്മൾ ഒരു ലോഗരിതമിക് സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്കെയിൽ എന്ന് പറയുന്നത് അതിനെയാണ് pH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനാണ് ഈ pH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ പവർ ഓഫ് ഹൈഡ്രജൻ അതാണ് pH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡാനിഷ് ബയോകെമിസ്റ്റാണ് ആക്ച്വലി ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് സിംപ്ലി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പവർ ഓഫ് ഹൈഡ്രജൻ പ്ലസ് പവർ ഓഫ് OH മൈനസ് അയോൺസും കൂടെ ചേർന്നാൽ അത് 14 ആണ്. അപ്പോൾ ഇതിൻ്റെ